പ്രിയപ്പെട്ടവരെ നമസ്കാരം. കഥപുരയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ സ്നേഹപൂർവ്വം ആമി. രചനാവതരണം എഡിറ്റിംഗ് സുജാത പുഴത്ത്. മുറ്റത്ത് വണ്ടി ഉരസി നിൽക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ചരൽ മണ്ണാണ്. അവിടെ മുറ്റം നിറയെ കളവീണ് തൊടിയും മുറ്റവും തിരിച്ചറിയാതായിട്ടുണ്ട്. പോരാത്തതിന് മഴ വീണ ചെറുകുഴികളും രൂപപ്പെട്ടിട്ടുണ്ട്. ശബ്ദം കേട്ട് മരിയ പുറത്തു വന്ന് നോക്കി. വില കൂടിയ കാറിൽ സാരി തലപ്പ് കൊണ്ട് തല പകുതി മറച്ച മധ്യവയസ്സുള്ള ഒരു സ്ത്രീയും ഫുൾ കൈ ഷർട്ടും പാൻസും ധരിച്ച് ഒരു പുരുഷനും വന്നിറങ്ങി. അവർ ചുറ്റും കൗതുകത്തോടെ നോക്കുന്നത് മരിയ കണ്ടു. മരിയയ്ക്ക് അപരിചിതരായിരുന്നു അവർ. അവൾ വേഗം മുറിയിൽ തിരിച്ചെത്തി അമ്മിണി കിടന്നിരുന്ന പരിസരം ഒതുക്കി വൃത്തിയാക്കി. ആ വലിയ വീട്ടിനകത്ത് അമ്മിണി കട്ടിലിൽ നടുനിവരാൻ വയ്യാതെ കിടപ്പിലായിട്ട് 2 മാസമായി. അവർക്ക് 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. 2 പേരും വിദേശത്ത് ഉയർന്ന ജോലി കിട്ടി കുടുംബസമേതം താമസിക്കുന്നവർ. കുളിമുറിയിൽ കാൽ തെന്നി വീണ കാര്യം മക്കളോട് പറഞ്ഞപ്പോൾ അവർ ഏർപ്പാടാക്കിയതാണ് ഹോം നഴ്സ് മരിയയെ. ആ മുറ്റത്തിൻ്റെ ഓരത്ത് നിന്നിരുന്ന പുളിമരം എവിടെ അമ്മിണി ചേച്ചി? അമ്മീ! ആ വിളിക്കൊപ്പം അമ്മിനുടെ മുഖത്ത് രക്തമിരച്ചു കയറി. കണ്ണുകൾ പ്രകാശിച്ചു. നരച്ച മുടിക്കാടുകൾക്കിടയിൽ സ്നേഹമൂറുന്ന പുഞ്ചിരി വിടർന്നു. എത്ര വർഷമായി നമ്മൾ കണ്ടിട്ടല്ലേ? അത് പറഞ്ഞ ആമി ഓടി വന്ന അമ്മിണിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. വിടർന്ന കണ്ണുകളിൽ ഉമ്മ വച്ചു. കളഞ്ഞു പോയതെന്തോ വീണ്ടു കിട്ടിയതുപോലെയായിരുന്നു അമ്മിണിക്ക്. അവൾ ഉത്സാഹത്തോടെ പറഞ്ഞു, പുളിമരമൊക്കെ എന്നോ മുറിച്ചു കളഞ്ഞു ആമി. മുറ്റത്തെ ഇലവീണ് വൃത്തികേടാക്കുന്നു എന്ന് പറഞ്ഞ്. പിന്നെ നെല്ലിമരം പ്ലാവ് ഒക്കെ പോയി. ഇപ്പോൾ ഈ വീടും ഞാനും മാത്രമായിടോ. അല്ല ചേച്ചി, ജാനു വരാറില്ലേ? ഓ ഉണ്ടല്ലോ, ഇപ്പോൾ 2 കൊല്ലമായി അവൾ വന്നിട്ട്. ഇനി വിൽക്കാൻ ഈ വീട് മാത്രമല്ലല്ലോ ആമി. പിന്നെ എന്തിനാ വരണത്? അയ്യോ, അപ്പം അജയനോ? അജയനും ജാനിയും ഒരുമിച്ചാ വരുവാ. അവൻ്റെ ഭാര്യ സയൻറ്റിസ്റ്റ് അല്ലേ, ലീവില്ലാത്രേ. വരാറില്ല. 2 കുട്ടികളാണ് അവന്. മൂത്തേനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ജാനിക്ക് കുട്ടികളും വേണ്ടാത്രേ. അത്രയും പറഞ്ഞ അമ്മിണി കിടന്ന കിടപ്പിൽ തല ചെരിച്ചു പിടിച്ചു. തൻ്റെ കണ്ണുകൾ എപ്പോഴും തന്നെ ചതിക്കുന്നു. മറ്റുള്ളവർക്ക് മുന്നിൽ നാണം കെടുത്തുന്നു. വേണ്ടാട്ടോ, അവൾ സ്വയം താക്കീത് ചെയ്തു. അമ്മിണി സ്വന്തം കണ്ണുകളടച്ചു. ഭൂതകാലത്തെ ഏടുകൾ മറിച്ചു. പഴയൊരു കാലം. ചെമ്പരത്തിയും കാട്ടുമുല്ലയും കോളാമ്പിപ്പൂക്കളും വേലിക്ക് അതിരിട്ടിരുന്ന കാലം. അവർ ശ്വസിച്ചിരുന്ന കാറ്റിൽ നെല്ലിൻ്റെയും ചെളിയുടെയും മണം കൂടിക്കലർന്നിരുന്നു. രാവിലെ ഉണരുമ്പോൾ കോഴിക്കൂടുകളിൽ നിന്ന് കൂട്ടക്കൊക്കിപ്പാറലുകൾ കേട്ടിരുന്ന കാലം. അവരുടെ വീടുകൾക്ക് അതിരിട്ട മുള്ളുവേലിക്ക് അപ്പുറവും ഇപ്പുറവും കൺകുളിർക്കെ പൂക്കൾ നിറഞ്ഞു കിടക്കുമായിരുന്നു. അങ്ങനൊരു വേലിക്ക് അപ്പുറവും ഇപ്പുറവുമായി താമസിച്ചിരുന്നവരാണ് ആമിനയും അമ്മിണി ചേച്ചിയും. അവരിൽ ആരോ ഒരാൾ ആ വേലിയിലുണ്ടാക്കിയ പൊത്തിലൂടെ പലഹാരപ്പൊതികൾ കൈമാറിയിരുന്നു. ഒരു ദിവസം അപ്പുറത്തുനിന്ന് ഒരു നീട്ടി വിളി കേട്ടു, അമ്മിണി ചേച്ചിയേ. വാട്ടിയ മഞ്ഞൾ മുറ്റത്തെ ഇത്തിരി വെയിലത്ത് ചിക്കി ഉണക്കാനിടുന്ന അമ്മിണി വേലിക്കപ്പുറത്ത് നിന്നുള്ള തേനൂറുന്ന വിളി കേട്ട് തിരിഞ്ഞു നോക്കി. കയ്യിൽ മണ്ണിൻ്റെ നിറമുള്ള മുഴുത്ത തേങ്ങയും വാഴയിലിൽ പൊതിഞ്ഞു പിടിച്ച് കുറച്ചു കറിവേപ്പിലയുമായി ദാ ആമിന നിൽക്കുന്നു മുന്നിൽ. എന്താടി ആമി? അമ്മിണി അങ്ങനെ ചോദിച്ചെങ്കിലും അവൾ വന്നത് എന്തിനാണെന്ന് അമ്മിണിക്കറിയാം. അവൾ ഊറി ചിരിച്ചുകൊണ്ട് കാർന്നോത്തിയെപ്പോലെ ആമിനയെ വെറുതെ ഒന്ന് നോക്കി. പെണ്ണിൻ്റെ ഉന്തിയ വയർ ഇച്ചിരിശ പുറത്ത് കാണാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അതിൻ്റെ കോള് കണ്ണിലുണ്ട്. പക്ഷെ മുഖത്ത് എന്തായാലും നിറയെ സന്തോഷമുണ്ട്. ഈശ്വര, എന്നും കൊടുക്കട്ടെ അവൾക്ക് ഈ സന്തോഷം. അമ്മിണി നെഞ്ചിൽ തൊട്ട് പ്രാർത്ഥിച്ചു. അതെ അമ്മിണിയേച്ചിയെ, നാള് നിങ്ങളുണ്ടാക്കി തന്ന കുറച്ച് ചമ്മന്തിപ്പൊടിയില്ലേ, അത് തീർന്നു. ഇവിടുത്തെ ആളിങ്ങനെ അച്ചാലും പിച്ചാലും നടക്കുമ്പോഴേ കട്ട് തിന്ന് തീർന്നതാ, അവൾ നിഷ്കളങ്കമായി പറഞ്ഞു. എന്താ അമ്മി, ഖാദർ നീ ഒന്ന് വെച്ചു. തേങ്ങ ചിരകിയെടുത്തു. ശേഷം ഉരുളി അടുപ്പിൽ കയറ്റി വെച്ചു. ഇതിപ്പോൾ ആർക്കമ്മ പുതിയതുണ്ടാക്കണേ? ഇന്നലെ ഉണ്ടാക്കിയ പൊടി കയ്യിൽ പിടിച്ചുകൊണ്ട് മകൾ ചോദിച്ചു. കേട്ടതായി ഭാവിച്ചില്ല അമ്മണി. ചില ചോദ്യങ്ങൾ കേൾക്കാതിരിക്കുന്നത് നല്ലത്.
വിഷയം മാറ്റാൻ ചോദിച്ചു. ആമി, ചെക്കപ്പ് കഴിഞ്ഞിട്ട് എന്താ ഡോക്ടർ പറഞ്ഞത്? അടുത്ത മാസം ആദ്യം അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു ചേച്ചി. നിന്റെ മാപ്പിള കാശൊക്കെ റെഡിയാക്കി വെച്ചിട്ടില്ലേ ആമി? ഒരു ചിട്ടി ചേർന്ന് പിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇക്ക? ആമിന പറഞ്ഞു. വർത്തമാനത്തിനിടയ്ക്ക് ഉരുളി ചൂടായിരുന്നു. അപ്പം വരാം ചേച്ചിയെ, നല്ല മഴ വരുന്നു കേട്ടോ. അത് പറഞ്ഞ് ആമിന വേഗം പുറത്തേക്ക് പോയി. വേലിപ്പുറത്ത് ഉണക്കാനിട്ട തുണികൾ എടുക്കാൻ പോയതായിരുന്നു അവൾ. തേങ്ങയും മുളകും കുരുമുളകും പുളിയും കറിവേപ്പിലയും വറുത്ത കായവും എല്ലാം കൂടെ ചൂടായ ഉരുളിലേക്ക് തട്ടി. അമ്മിണി ചേച്ചിയേ, ഇതാ പെണ്ണിൻ്റെ വിളി വീണ്ടും വന്നല്ലോ. തേങ്ങ വെന്ത മണം മൂക്കിലടിച്ച് വിളിയാണ്. ഇങ്ങോട്ട് വാ, ഇത് ഇളക്കൽ വിട്ടാൽ കരിയും എന്നറിയില്ലേ പെണ്ണെ? ഇത് കണ്ട നല്ല കപ്പലണ്ടി മിഠായിയുടെ നിറയിലെ നാളികേരത്തിന് സ്വാദുണ്ടോ നോക്ക്. ഒരു നുള്ളു വറുത്തതെടുത്ത് ആമിനയുടെ വായിൽ വെച്ച് കൊടുത്തു അമ്മിണി. ഒരിക്കൽ കൂടെ ശ്വാസം മാഞ്ഞു വലിച്ചു ആമിന. അത് രുചിച്ചു നോക്കി. അവളുടെ കണ്ണുകൾ വിരിഞ്ഞു, മൂക്ക് വികസിച്ചു. അമ്മിണി ഉരുളി അടച്ചു വെച്ചു. ചൂടാറിക്കഴിഞ്ഞ് കൊണ്ടുപോയി പൊടിച്ചോളുണ്ട് കേട്ടോ ആമി. ചേച്ചി തന്നെ പൊടിച്ചു തന്നാൽ മതി, ആമിന കൊച്ചുകുട്ടിയെ പോലെ പറഞ്ഞു. അടിച്ചിപ്പാറു. ആമിനയുടെ മൂക്കിൻ തുമ്പ പിടിച്ചു വലിച്ചു ചിരിച്ചു പറഞ്ഞു അമ്മിണി. പൊടിച്ച് ചമ്മന്തിക്കൂട്ട് വായിലിട്ട് നുണഞ്ഞു പോകുന്ന പോക്കിൽ പെട്ടെന്ന് അവൾ തിരിച്ചു വന്നു. എന്നിട്ടവൾ അമ്മയുടെ ഒരു കവിളിൽ ഒറ്റ ഉമ്മ. ആമിനയുടെ ഉന്തിയ വയറൊന്ന് പിടഞ്ഞുണർന്നു. അത് അമ്മിണിയുടെ വയറിൽ തൊട്ടു. ഉമ്മ വയ്ക്കും പോലെ ഈ ഓർമ്മകളാണ് തന്നെ ജീവിപ്പിക്കുന്നതെന്ന് അമ്മിണി ചിന്തിച്ചു. ഭൂതകാലത്തിൽ നിന്ന് തിരിച്ചെത്തിയ അമ്മിണി സ്വന്തം വയർ തടവി. എന്നിട്ട് പരിഭവത്തോടെ ചോദിച്ചു, നിനക്ക് നിൻ്റെ കുട്ടികളെ കൂടെ കൊണ്ടുവരുന്നില്ലേ ആമി? എത്ര കാലമായി ഞാൻ അവരൊക്കെ കണ്ടിട്ട്. അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞില്ലേ ചേച്ചി? ആമി ഖാദറിനെ നോക്കി വേദനയോടെ ചിരിച്ചു. തങ്ങൾ തുല്യ ദുഃഖിതരാണെന്ന് ആ ചിരിയിൽ ആമി പറയാതെ പറഞ്ഞു. ഇനി നമ്മൾ കാണലുണ്ടാവില്ല അല്ലേ ആമി? അല്ല അമ്മിണി ചേച്ചി, ചേച്ചിയെ കൂടെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഒറ്റയ്ക്കാണ് ഞങ്ങൾ. ഇവിടെ അമ്മിണി ചേച്ചിയും ഒറ്റയ്ക്ക്. നല്ലൊരു ഡോക്ടറെ കണ്ട ഈ അസുഖം എല്ലാം മാറ്റാം നമുക്ക്. അമ്മിണി ചേച്ചി എൻ്റെ കൂടെ വന്നാൽ മാത്രം മതി. അമ്മിണിയുടെ കൈകൾ നെഞ്ചോട് ചേർത്ത് ആമി പറഞ്ഞു. ആ സ്നേഹത്തിന് മുമ്പിൽ അമ്മിണിയുടെ തൊണ്ടടഞ്ഞുപോയി. സങ്കടങ്ങളെ തിരിച്ചറിയാൻ രക്തബന്ധങ്ങൾ വേണമെന്നില്ലെന്ന് എത്ര ശരിയാ, അമ്മിണി ചിന്തിച്ചു. ആമി, ഞാൻ പോന്നാൽ മറിയം ഒറ്റയ്ക്കായി പോകും. എന്നെ പോലെ ആരുമില്ലാത്തോളാ ഇവളും. അവളുടെ കെട്ടുൻ ഇവളെ കണ്ടമാനം ഉപദ്രവിക്കുമായിരുന്നു. അതിന് രാത്രിയോ പകലോ നോട്ടമില്ല. ഉപദ്രവം കൂടിയപ്പോൾ നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചതാ. ഇപ്പോൾ അയാൾ ജയിലില്ല. ഇവൾക്ക് മക്കളുമില്ല, പോകാൻ വേറെ ഇടവുമില്ല. പിന്നെ ഈ വീട് ഇവളുടെ പേരിൽ എഴുതി വയ്ക്കാൻ പോകുക ഞാൻ. അതിനുള്ള പേപ്പർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആമി ചിരിച്ചു. മക്കൾ വന്നാൽ വെറുതെ കൃഷ്ണവിലാസം എന്ന പേരിന് പകരം ബഥേൽ എന്ന് എഴുതിക്കണ്ട് അവർ ഞെട്ടിപ്പോയി. ബഥേൽ എന്നാൽ ദൈവത്തിൻ്റെ ഭവനം എന്നർത്ഥം. തങ്ങളുടെ അമ്മ എവിടെ? അവർ ബന്ധുവീടുകളിൽ അന്വേഷിച്ചു. അറിയാവുന്ന മറ്റു